നമസ്കാരം. ഇന്ന് ദേഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേഷ്യം ഒരു ബോംബാണ്. അതാരും കൊണ്ടു നടക്കരുത്. അത് കൊണ്ടു നടന്നാൽ അത് നമുക്ക് തന്നെ അത് വിനയായി മാറും. ദേഷ്യം എന്നുള്ളത് ഒരു ചെറിയൊരു വികാരം മാത്രമാണ്. അത് പകയും കൂടെ നിറച്ച് അതിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കളൊക്കെ ചേർത്ത് മനസ്സിലിങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന രീതിയിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ ദേഷ്യം ഉള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതെല്ലാം നന്നായി വരണമെന്നില്ല. ചിലപ്പോൾ റോട്ടിൽ ചെറിയൊരു വാക്ക് തർക്കമുണ്ടാകും, ഇല്ലെങ്കിൽ സുഹൃത്തിനോടൊരു വാക്ക് തർക്കമുണ്ടാകും. അപ്പോഴവളിത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരും ദേഷ്യക്കാരനാണെങ്കിൽ അത് കൂടുതൽ അപകടത്തിൽ വരും. രണ്ടുപേരും ബോംബ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് വലിയ കേസ് വരെ ആവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദേഷ്യം എന്നുള്ള വികാരം കൊണ്ട് നടക്കാതിരിക്കുക. ആ ബോംബ് നമ്മളെ കയ്യിൽ കൊണ്ട് നടക്കരുത്. ആ ബോംബ് ഉപേക്ഷിച്ചിട്ട് നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കുക. ഈ ദേഷ്യം എന്നുള്ളത് ഞാനും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ദേഷ്യപ്പെടുന്നിട്ട് വീട്ടിൽ വരുമ്പോൾ അയാളിതെങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നോട് സംസാരിച്ചവർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോഴും ആരോടും ദേഷ്യമില്ല. ദേഷ്യപ്പെട്ടവരോടൊക്കെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇതൊന്ന് എൻ്റെ വാക്ക് കേൾക്കുക. എനിക്ക് ആരോടും ദേഷ്യമില്ല കേട്ടോ. എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ലക്ഷ്യബോധം ഉണ്ടായിരിക്കാം. ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നമ്മൾ എല്ലാവരെയും പകച്ചിട്ട് കാര്യമില്ല. നമുക്ക് നേട്ടങ്ങൾ കൊയ്തവരൊന്നും ദേഷ്യപ്പെട്ട് ഇങ്ങനെ ബോംബെറിഞ്ഞ് നടന്നവരല്ല. ലക്ഷ്യങ്ങളിൽ എത്തിയവരൊക്കെ ചില സ്നേഹത്തോടെയും എല്ലാവരോടും സഹകരിച്ച് ജീവിച്ചവരാണ് നേട്ടങ്ങളുണ്ടാക്കിയത്. ദേഷ്യങ്ങളിൽ നേട്ടം ഉണ്ടായിട്ട് വേറെ രീതിയിലുള്ള നേട്ടങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദേഷ്യം എന്നുള്ളൊരു ബോംബ് എല്ലാവരും ഉപേക്ഷിക്കുക. നന്ദി.